അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് സിബിൽ സ്കോർ കുറവുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ലോൺ തരുന്ന ഒരു ബെസ്റ്റ് ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് സിബിൽ സ്കോർ കുറവുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു ബെസ്റ്റ് ലോൺ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. DMI ഫിനാൻസ് എന്നാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, DMI ഫിനാൻസ് എന്നാണ്. അപ്പോൾ ഇത് തികച്ചും നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിലും ചുരുങ്ങിയ സമയത്തിലും നമുക്ക് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അപ്പം ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇതിൽ ഇവർ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലോണിൻ്റെ. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ 50,000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 12 മാസത്തെ കാലാവധിയിലാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 22%. അതേപോലെ തന്നെ നമുക്ക് അതിന് EMI ആയിട്ട് വരുന്നത് 4,680 രൂപയാണ്. ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,680 × 12 നമുക്ക് ഏകദേശം 56,160 രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏകദേശം 6,160 രൂപ നമുക്ക് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 50,000 രൂപ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക 48,820 രൂപയാണ്. ബാക്കി അതിൻ്റെ പ്രോസസ്സിംഗ് ഫീയും GST ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. നമ്മൾ 50,000 രൂപയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ലോൺ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 48,820 രൂപയാണ്. അപ്പോൾ ഈ കാര്യം ആരും മറക്കണ്ട. അതേപോലെ തന്നെ ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചുരുങ്ങിയ KYC, അതേപോലെ തന്നെ പെട്ടെന്നുള്ള KYC, ഇതാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളുടെ KYC ടൈം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഇതിൻ്റെ KYC ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ KYC ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കട്ടായി പോകും. നമ്മൾ KYC കൊടുക്കുകയും ചെയ്യും. നമ്മളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മളുടെ KYC സ്വീകരിക്കാൻ ഇവർക്ക് പ്രയാസപ്പെടുന്നതാണ്. അപ്പോൾ മാക്സിമം സ്പീഡിൽ നമ്മളുടെ KYC ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കടമ്പ എന്നുള്ളത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷനിൽ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സുകൾ നമ്മുടെ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അത്യാവശ്യമെന്നല്ല, ഒരുപാട് റിവ്യൂവും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പേർ അറിയപ്പെടുന്നതുമായ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലോണിന് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ ഈ ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഞാൻ ഒരിക്കലും ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പൈസ എവിടെന്നെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് ലോണിന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.